A Complete Unknown. ഇത്തവണ ഓസ്കാറിന് മികച്ച ചിത്രം, മികച്ച നടൻ ഉൾപ്പെടെ 8 നോമിനേഷനുകൾ പോയ ഒരു സിനിമയാണ്. അവാർഡ് കിട്ടിയില്ലായിരുന്നു, പക്ഷെ നോമിനേഷനിൽ മാത്രമേ പോയുള്ളൂ. അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡിലന്റെ ബയോപിക് ആണിത്. പുള്ളി അമേരിക്കൻ ഫോക്ക് മ്യൂസിക്കിന് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ബോബ് ഡിലന്റെ ജീവിതത്തിൽ 1961 മുതൽ 65 കാലഘട്ടം വരെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ പേഴ്സണലി ഒരു മ്യൂസിക്കൽ ഫിലിംസിന്റെ ഒന്നും ഫാനൊന്നുമല്ല, പക്ഷെ ഇതിലെ സോങ്സ് ഒന്നും ഞാൻ ഓടിച്ചൊന്നും വിട്ടില്ല. എനിക്കിതിന്റെ വരികളൊക്കെ രസമുണ്ടായിരുന്നു, സോ ഞാൻ ഇങ്ങനെ ഫുൾ കണ്ടിരുന്നു. ബോബ് ഡിലനായിട്ട് ടിമത്തി ഷാലമേറ്റ് കിടു പെർഫോമൻസ് ആയിരുന്നു. 40ഓളം പാട്ടുകൾ പുള്ളി തന്നെ പാടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗിറ്റാറും മൗത്ത് ഓർഗൻ വായിക്കുകയും കൂടി ചെയ്തു. ഒരു സിംഗർ എന്ന നിലയിൽ ഫേമസ് ആയത് പുള്ളിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ഇതിലെ നായകനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലൊന്നുമല്ല പടത്തില് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിൽവിയോടൊക്കെ ചെയ്തതൊക്കെ കണ്ടാൽ ഒറ്റയടി തന്നെ വെച്ചു കൊടുക്കാൻ തോന്നും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, സിൽവിയ ആയിട്ട് വന്ന നടി എൽ.എ. ഫാനിങ് കിടു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ജോവനായിട്ട് വന്ന മോണിക്ക ബാർബേറയും നൈസാണ്. ഇവരുടെ ഒരു ത്രികോണ പ്രണയമൊക്കെ കാണുമ്പോൾ വാട്ട് കോക്കനട്ട് എന്ന് നമ്മൾ ചോദിച്ചു പോകും. അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു ലൈഫാണ് ബോബിൻ്റെത്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിൽ ആർട്ട് വർക്കാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 60കളിലെ അമേരിക്കയിൽ ചെന്നൊരു ഫീൽ തരുന്നുണ്ട്. അവിടുത്തെ വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, ഫെസ്റ്റിവൽസ് ഒക്കെ അവർ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതിയുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഈ പടത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് പറയാം. സ്റ്റിൽ ഇത് എല്ലാവർക്കും പറ്റിയ പടമല്ല. ഓസ്കാർ പടങ്ങൾ കാണുന്നവർക്കറിയാം കുറച്ച് ക്ലാസ് ഫിലിംസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്.